പിന്നെ സാറേ ഈ സിനിമയെ കയറാനുള്ള കുറുക്ക് വഴിയാണല്ലോ മിമിക്രി. സിനിമയെ കയറാനുള്ള കുറുക്ക് വഴി പെട്ടെന്ന്. അല്ല എല്ലാരും അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒരുപാട് ജയറാം സാറ്, ദിലീപ് സാറൊക്കെ അങ്ങനെ. എനിക്കാണെങ്കിൽ ഒരുപാട് നമ്പർ അറിയാം. എനിക്ക് മിമിക്രി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് എങ്ങനെയാണ് ഈ സംഭവം? ഒരുപാട് നമ്പർ അറിയാം, പക്ഷെ മര്യാദയ്ക്ക് 1 തൊട്ട് 100 വരെ എണ്ണ അറിഞ്ഞൂടാ. അല്ല അതല്ല ഈ മിമിക്രി എനിക്ക് അതൊന്ന് പറഞ്ഞു തരുമോ സാറേ? ഈ മിമിക്രി നമ്മളെല്ലാവരും പറയുന്നതൊക്കെ പഠിക്കാൻ പറ്റണ ഒരു സംഭവമല്ല. നമ്മുടെ ഈ ഞാൻ ഇപ്പോൾ ഏത് പറമ്പിൽ പോയാലും, ഇപ്പോൾ ഏതെങ്കിലും ഉത്സവ പറമ്പിൽ നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ചെന്നാലും അവിടെ പറയും, അനിയ ഇപ്പോൾ നിങ്ങളെല്ലാം സിനിമയിലായില്ലേ, ഇപ്പം എൻ്റെ ഇളയ മോൻ അപ്പം വീട്ടിൽ കിടന്ന് പല വേലകളും കാണിച്ചു തുടങ്ങി. എനിക്കറിയാം, എനിക്ക് മിമിക്രി ആണെന്ന് പിടികിട്ടി. അവൻ എങ്ങനെയെങ്കിലും ഒരു ചാലം ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഒന്ന് രക്ഷപ്പെട്ട് പൊക്കോളും. നാളെ അവൻ സിനിമയിൽ വന്നോട്ടെ. അല്ല, പുള്ളിക്ക് വിരോധമല്ല, നാളെ വന്നോട്ടെ സിനിമയിൽ. അപ്പൊ അതൊരു തെറ്റിദ്ധാരണയാണ്. അപ്പൊ ഈ മിമിക്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ജന്മന ഒരു ജന്മസിദ്ധമായിട്ട് നമ്മുടെ കഴിവുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളിപ്പോ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ തന്നെ എനിക്ക് കുറെ കഴിവുകളുണ്ട്. ഞാൻ ഇങ്ങനെ വയ്ക്കും. ഈ ഭീമന്റെ കൂനെ കാണിക്കാൻ നേരത്ത് ഇത് ഇങ്ങനെ വെച്ചാൽ ഭീമന്റെ കൂന്നല്ല പറയുന്നത്, എന്തോ രോഗമാന്ന് വിചാരിച്ചു. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. അത് ജന്നിയുടെ തുടക്കമാണ്. ഇതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ മാന്യമായിട്ട് ചായയുടെ ഇപ്പൊ ജോലിയില്ലേ, ശമ്പളമൊക്കെ മാന്യമായിട്ട് കിട്ടുന്നില്ല. മര്യാദയ്ക്ക് നല്ല ശമ്പളം ഞാൻ കൊടുക്കുന്നു. പിന്നെ എന്തിനാണ് മിമിക്രി എന്നും പറഞ്ഞിട്ട് വെറുതെ മിമിക്രിയൊക്കെ തേച്ചിറങ്ങി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ജന്മസിദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇറങ്ങിയാൽ കുഴപ്പമല്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ആളുകളെ കൊണ്ട് പറയിക്കാൻ ഇറങ്ങരുത്. അതെ, അപ്പൊ ഇനി ഇറങ്ങി പറ്റൂലല്ലേ? ഇറങ്ങാം, അതൊക്കെ നിങ്ങളെ തോന്നലല്ലേ. ഈ മിമിക്രി നീ എന്താ ചായ അടിക്കി? ഞാൻ വിചാരിച്ചു ഇതിൽ ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് സിനിമയിലോട്ട് കയറി അങ്ങ് പോവാന്ന്. അതാണ് അതൊക്കെ ഇത് വേസ്റ്റായി. അത് പിടിച്ച് നേരെ ഇടും. ഈച്ച ഫ്രീ ആണല്ലേ? ഒരുപാട് പൈസ തരാറുണ്ട് സാറേ. എന്തിനിത്? ആ വെള്ളം എടുത്തു കൊടു. കൈവിട്ട് പോയി. എന്റെ പൊന്ന് സാറേ, ചിരിച്ച് 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 കൂപ്പാട് വരുവാ. ഞാൻ മാത്രമല്ല, എന്റെ ഭാര്യ ചിരിച്ച് 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 കൂപ്പാട് വരുവാ. എന്റെ മോനും മക്കളും എല്ലാം ചിരിച്ച് ചിരിച്ച് കൂപ്പാട് വരുവാ. സാറിന്റെ മായാവിയാ കട്ടി കേട്ടോ. അടിപൊളി പടം സാറേ, അടിപൊളി പടം. അതിനകത്ത് ഈ വെണ്ണിനകത്ത് ഇങ്ങനെ പിടിച്ചോണ്ട് എങ്ങനെയുണ്ട് സാറേ ഈ സിനിമയിലേക്ക് അഭിനയമൊക്കെ? അടിപൊളിയായിട്ട് മമ്മൂട്ടി സാറിനോടൊപ്പം അഭിനയമൊക്കെ വളരെ സൂപ്പർ. കേട്ടോ സാറേ, പല സമയങ്ങളിൽ ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി തരുന്നത് ഈ അമ്പലപ്പറമ്പുകളിലൊക്കെ ആയിരിക്കും. അവിടെ എപ്പോഴും അടിയും ബഹളമൊക്കെ ആണല്ലോ. എല്ലാ അമ്പലപ്പറമ്പിലും സാറിന്റെ പരിപാടികളാ. അതിനകത്ത് ആ വെള്ളമടിക്കാണ്ട് ഒരു പരിപാടി ഉണ്ട്. അയ്യോ, ഒന്ന് കാണണം. ചിരിച്ച് 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 സാറേ, എനിക്കായിട്ട് ഒന്ന് അവതരിപ്പിക്കാം സാറേ. കുടിയനെ സ്റ്റേജ് അവതരിപ്പിക്കാൻ ഒരുപാട് കുടിക്കണമല്ലേ? അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. ഈ കുടിച്ചുകൊണ്ടേ ഒരു സാധനം ചെയ്യാൻ പറ്റും. കുടിച്ചുകൊണ്ട് ഒരിക്കലും കുടിയനെ കുടിക്കണമെന്നില്ല. അതെ അതെ. അപ്പൊ നമ്മുടെ സമൂഹത്തിലുള്ള കുടിയന്മാരെ എല്ലാം നമ്മളിപ്പോ ഒത്തിരി ആൾക്കാരൊക്കെ കാണും. നമ്മൾ റോഡ് വഴി നടക്കുമ്പോൾ തന്നെ ചിലർ കുടിച്ച് ബോധം കെട്ട് ഓടയിൽ കിടക്കുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ അവർ എഴുന്നേറ്റ് നിന്നിട്ട് കാണിക്കുന്ന സംഭവം എല്ലാം നമ്മളത് ഗ്രാസ്പ് ചെയ്ത്, എന്നിട്ട് അത് സ്റ്റേജിൽ ഇപ്പൊ ഞാൻ പലപ്പോഴും